ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ എന്താണ് എനിക്കൊന്ന് പാർട്ട് 5 ആണ്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഒരു 9 ബാക്കി. നമുക്ക് നോക്കാം ഇനി എത്രത്തോളം നമുക്ക് ഇത് വേണ്ടി വരുന്നില്ല. ഒരു 2 ക്ലാസ് കൂടി ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. നമുക്ക് നോക്കാം. ലൈഫ് ടൈംസ് ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആർ ഓഫൺ മെഷേർഡ് ബൈ യൂസിങ് പൾസ്ഡ് റേഡിയേഷൻ സോഴ്സ് ഓഫ് ഡ്യൂറേഷൻ നിയർലി ഇൻ ദ നാനോ സെക്കൻഡ് റേഞ്ച്. അപ്പോൾ നമ്മൾ മോളിക്യൂൾസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് അതിൻ്റെ ലൈഫ് ടൈം ഈ പൾസ്ഡ് റേഡിയേഷൻ സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ നാനോ സെക്കൻഡ് റേഞ്ചിലാണ് വരുന്നത്. ഇഫ് ദ റേഡിയേഷൻ സോഴ്സ് ഇസ് എ ഡ്യൂറേഷൻ ഓഫ് 2 നാനോ സെക്കൻഡ് ആൻഡ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഡ്യൂറിംഗ് ദ പൾസ് സോഴ്സ് ഇസ് 2.5 × 10⁻⁸. ഇത്രയും ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ദ സോഴ്സ്. ഓക്കെ, ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അത് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ. അതായത് ന്യൂ ഇസ് ഈക്വൽ ടു 1/t എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ടൈം പീരീഡ്. അപ്പോൾ 1 എന്താണ് ഇവിടെ പീരീഡ് എത്ര വന്നിട്ടുള്ളത്, ഡ്യൂറേഷൻ 2 നാനോ സെക്കൻഡ്. 2 നാനോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 നാനോ സെക്കൻഡ് ഇസ് എന്താണ് 10⁻⁻9 എന്നാണ് സെക്കൻഡ്. അപ്പോൾ 2 × 10⁻⁻9 സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് 1 ഇതിപ്പോൾ 0.5 എന്ത് വരും 0.5 × 10⁻9 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അതാണല്ലോ ഫ്രീക്വൻസിന് യൂണിറ്റ്. സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഹേർട്സ് നമുക്ക് ഫ്രീക്വൻസിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ എന്താണ് എനർജി ഓഫ് ദ സോഴ്സ് ഈക്വൽ ടു എനർജി ഓഫ് 1 ഫോട്ടോൺ ഇൻറ്റു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് എന്താണ് കണ്ടുപിടിക്കാനല്ല, നമ്മൾ എനർജി ഓഫ് സോഴ്സ് കണ്ടുപിടിക്കാനല്ലെങ്കിൽ ഒരു ഫോട്ടോൺ എനർജി ഇൻറ്റു എത്ര ഫോട്ടോൺസ് ഉണ്ടോ, അതായത് ഒരു മുട്ടേൻ്റെ വില കണ്ടുപിടിച്ചിട്ട് എത്ര മുട്ടയാണ് നമുക്ക് വേണ്ടത് അത്രേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു മുട്ടേൻ്റെ വില എന്ന് പറയുമ്പോൾ h⁻, എനർജി ഓഫ് 1 ഇത്. അപ്പോൾ എന്താണ് 1 ഫോട്ടോൺ. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് n, ക്യാപിറ്റൽ N. അപ്പോൾ നമുക്കറിയാം h എന്ന് പറയുമ്പോൾ 6.626 × 10⁻⁻34. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് പരിചയമുണ്ടാവും. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു നമ്മളെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിൻ്റെ 0.5 × 10⁻9. പിന്നെന്താ നമ്മളെ നമ്പർ ഓഫ് ഫോട്ടോൺസ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് 2.5 × 10⁻15. ഇത് ചെയ്യുന്ന നമുക്ക് ആൻസർ ജൂൾസിലായിരിക്കും കിട്ടും. 8.28 × 10⁻−10 ജൂൾസ്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ 2 ക്വസ്റ്റ്യൻ തൽക്കാലം എടുക്കരുത്. ഇത് അത്യാവശ്യം കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ പകരം എന്തെങ്കിലും എളുപ്പമില്ല പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. അതിൽ ഞാൻ കഴിക്കാം. ഇതും കുറച്ച് കാൽക്കുലേഷൻ. ഇതും ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. ഇതും കാൽക്കുലേഷൻ. ഇതും ചെയ്യുന്നില്ല. സമയം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ട് നമുക്ക് തീർക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ അലൂമിനിയം ആൻഡ് സിലിക്കൺ ആർ പ്രസൻറ്റ് ഇൻ ദ 3p ഓർബിറ്റൽ. ഓക്കെ, സമ്മതിച്ച്. വിച്ച് ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് മോർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഫ്രം ദ ന്യൂക്ലിയസ്. ഈ 3p ഓർബിറ്റലിൽ എന്താണ് അലൂമിനിയവും സിലിക്കണും ഉണ്ട്. 3p ഓർബിറ്റൽ അതിൽ രണ്ടിലും ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഏതിലുണ്ട്, നമ്മളെ അലൂമിനിയത്തിൽ, സിലിക്കണിൽ. ഇതിൽ ഏത് ഇലക്ട്രോൺസിലാണ്, അതായത് ഏത് എലമെൻറ്റിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് പുള്ളിങ്. ഇതിപ്പോൾ എൻ്റെ കൈ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ എന്താണ് ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഇതിനെ പോകാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്ത ആളിന്. അപ്പോൾ ഇത് ഏതിലായിരിക്കും കൂടുതൽ, അലൂമിനിയത്തിലാണോ നമ്മളെ സിലിക്കണിലാണോ? അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിനും കോൺഫിഗറേഷൻ എഴുതിയേക്കുക. നമ്മൾ അലൂമിനിയം എന്ന് പറയുന്നത് 13 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 2p6 3s2 3p1. അതേപോലെ മറ്റേ 14 ആണ് സിലിക്കൺ. അപ്പോൾ എന്താ 1s2 2s2 2p6 3s2. ഇവിടുത്തെ വരെ 10 ആയി, 12 ആയി. പിന്നെ ഇത് 3p2. അപ്പോൾ എന്താ ഇത് 3p1 ഒരു ഇലക്ട്രോൺ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഇത് 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എന്താ Si+4 ഹാസ് ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് ദെൻ അലൂമിനിയം +3. നമ്മൾ എന്താണ് സിലിക്കണിന് +4 ചാർജാണ് ഉള്ളത്. അലൂമിനിയത്തിന് +3 വരെ കാണിക്കാൻ പറ്റും. അതെന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന് മാക്സിമം പോയാൽ ഈ ഒരു ഇലക്ട്രോണും പിന്നെ ഈ 2 ഇലക്ട്രോണും നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, +3ലേക്ക് വരാൻ പറ്റും. പക്ഷേ ഇയാൾക്ക് എന്താ ഈ 2 പിന്നെ ഇവിടുത്തെ 2 നഷ്ടപ്പെടുത്തിയിട്ട് +4ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്താ ഇയാൾക്കാരും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഉണ്ടാവും. അപ്പോൾ എന്താ 3p അൺപെയർഡ് ഇലക്ട്രോൺസ് ഓഫ് Si എക്സ്പീരിയൻസ് ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ദെൻ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ട് തന്നെ. +4 ആകുമ്പോൾ അതിന് എന്താണ് 4 ഇലക്ട്രോൺസിനാ എന്താണ് ലൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്താണ് അതിന് കൂടുതൽ എന്തായിരിക്കും, ലൈക്ക് ഇപ്പോൾ 4 ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയേണ്ടത് ഇതിപ്പോൾ ഇവിടെ കുറേ സാധനമുണ്ട്. അപ്പോൾ ഇത് കുറേ ഇലക്ട്രോൺസ് ഉണ്ടാകും. എനിക്ക് എല്ലാത്തിനും ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതിനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ കൺട്രോൾ ചെയ്യണം, ഈ ഇലക്ട്രോണെ കൺട്രോൾ ചെയ്യണോ, ആടെ എത്തണം, പിന്നെ അങ്ങ് എത്തണോ, എനിക്കിപ്പോൾ എത്തുന്നില്ല. അതേസമയം ഞാൻ ഇതെല്ലാം എന്ത് ചെയ്ത് ഈ ഇലക്ട്രോൺസ് എല്ലാം പോക്കിയതാ. എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ പോക്കി, ഈ ഇലക്ട്രോൺസിനെല്ലാം ഞാനൊരു സൈഡാക്കി. ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ ആകെ എന്താ പറയേണ്ടത്, ഇത് 2 ഇലക്ട്രോൺ ആകത്തില്ല. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇയാളെ 2 ഇങ്ങനെ ഒരുമിച്ചിട്ട് പിടിക്കാം. ഇതിപ്പോൾ ഇതും പിന്നെ ഇത് കുറേ സാധനം ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കിപ്പോൾ ഏതിനെ കൺട്രോൾ ചെയ്യണം എന്ന് തിരിയുന്നില്ല. ഇതിനെ കൺട്രോൾ ചെയ്യണം, ഇയാളെ കൺട്രോൾ ചെയ്യും ഇയാളെ ഓടിപ്പോവും, ഇയാളെ കൺട്രോൾ ചെയ്യും ഇയാളെ ഓടിപ്പോവും.
ഇതിനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് അപ്പോൾ വഴിക്കാൻ പോകും. പക്ഷേ ഇവരെല്ലാം എന്താണ് ഇലക്ട്രോൺസ് എല്ലാം പോയി കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ എനിക്ക് ആകെ ഈ 2 എണ്ണത്തിന് മുകളിൽ എൻ്റെ ശ്രദ്ധ വേണ്ട. അപ്പോൾ എൻ്റെ കൺട്രോളിങ് പവർ കൂടി. അപ്പോൾ എനിക്ക് ഒറ്റ ഇതിൽ തന്നെ 2 വരെ പിടിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മുടെ സിലിക്കണിൽ സംഭവിക്കുന്നത്. ഇയാൾക്ക് 4 ഇലക്ട്രോൺ പോകുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ച് ഇലക്ട്രോൺസിനെ മാത്രമേ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താ ദിസ് വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ്. അതായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ. ഇനി എന്ത് ചെയ്യുക, അവിടെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്യാം. സെലക്റ്റഡ് NCERT എക്സാമ്പിൾ പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, അറേഞ്ച് SP, D subshells of a shell in the increasing order of effective nuclear charge experienced by electron present in them. ഈ എസ്സിലും പിയിലും ഡിയിലും എന്താണ് അവരെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ന്യൂക്ലിയർ ചാർജിൻ്റെ ഓർഡറിൽ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. നോക്കാമല്ലോ. എസ് ഓർബിറ്റൽ സ്പെരിക്കൽ ഷേപ്പ് നമുക്കറിയാം, ഒരു റൗണ്ട് ഷേപ്പാണ്. ഇറ്റ് ഷീൽഡ്സ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് മോർ എഫക്റ്റീവ്ലി ദെൻ പി ഓർബിറ്റൽ. ഇയാൾ എന്ത് ചെയ്യും, നമ്മളെ ന്യൂക്ലിയസ് നമ്മളെ ഇലക്ട്രോണിനെ കൂടുതലായിട്ട് ഷീൽഡ് ചെയ്യും. ഇതാണ് നമ്മളെ പ്ലസ്സിലെ ന്യൂക്ലിയസ് എങ്കിൽ നമ്മൾ എസ് ഓർബിറ്റൽ ഇവിടെയാണ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, കൂടുതൽ ഷീൽഡ് ചെയ്യും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ പി ഓർബിറ്റലിൻ്റെ ഒരു ഇതുമാതിരിയല്ല ഷേപ്പല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. അതായത് ഇവിടെയൊക്കെ എന്താണ് ഒരു ഗ്യാപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്ലസ് ചാർജിന് ന്യൂക്ലിയസിന് ഇയാളൊക്കെ എന്താണ് ഇതൊക്കെ ഭയങ്കര ലൈക്ക് ഒരു വൾണറബിൾ ഏരിയാസാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നല്ലൊരു ഇതുണ്ട്, വിസ്തൃതിയുണ്ട്. അപ്പോൾ എന്താ ഇതൊന്ന് ഇലക്ട്രോണെ പിടിച്ചു പറിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി പിന്നെ ഇത് ഡബിൾ ടമ്പലാണ്. ഡബിൾ ടമ്പൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും എങ്ങനെയോ വിളിയും ഇങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ വരച്ചിക്കുന്നൊരു ശരിയില്ല, പക്ഷേ ഇതാ ഇങ്ങനെയൊക്കെ ഡബിൾ ടമ്പലായി. അപ്പോൾ ഇവിടെ കൂടുതൽ എന്തായി സാധ്യത കുറഞ്ഞ്. അപ്പോൾ എന്താ എസ് ഓർബിറ്റൽ സ്പെരിക്കൽ ഷേപ്പ് ഷെൽസ് ദ ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ് മോർ എഫക്റ്റീവ്ലി ദെൻ പി ഓർബിറ്റൽ വിച്ച് ഇൻ ടേൺസ് ഷീൽഡ്സ് മോർ എഫക്റ്റീവ്ലി ദെൻ ഡി ഓർബിറ്റൽ. അപ്പോൾ പിന് എന്താണ് പി ഡമ്പലാണ്, മറ്റേ ഡബിൾ ഡമ്പൽ. അപ്പോൾ ഇയാൾക്ക് കുറച്ചും കൂടി എന്താണ് കഴിവ് കുറഞ്ഞ ഇലക്ട്രോൺ ഷീൽഡ് ചെയ്യാണ്. ദെയർ ഫോർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് സെഡ് എഫക്റ്റീവ് ഈസ് എക്സ്പീരിയൻസ് ബൈ ദ ഇലക്ട്രോൺസ് പെർസെൻറ്റ് ഇൻ ദം എസ് എന്താണ് ഡി ലെസ് ദെൻ പി ലെസ് ദെൻ എസ്. അതായിരിക്കും ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇറ്റ് ഷീൽഡ്സ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് മോർ എഫക്റ്റീവ്. അപ്പോൾ ഡീന് ഏറ്റവും കുറഞ്ഞ ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതിലും കുറവായിരിക്കും പി, ഏറ്റവും കൂടുതൽ നമ്മളായിരിക്കും അല്ല അതിലും കൂടുതലാണ് പി, ഏറ്റവും കൂടുതൽ നമ്മൾ എസ്സിന് എസ് ഓർബിറ്റലിന്. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് ഇതാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്. ഡീജനറേറ്റിൻ്റെ അർത്ഥം എന്താ, സെയിം എനർജി. ഈ ടേം നിങ്ങൾ എവിടെയെങ്കിലും ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാവും. ഡീജനറേറ്റ് മീൻസ് സെയിം എനർജിയാണ്. ഇതിലും 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3DXY, 4DXY, 3DZ², 3DYZ, 4DZ². ഇതിൽ ഏതിലാണ് ഡീജനറേറ്റ്? ദ ഓർബിറ്റൽസ് വിച്ച് ബിലോങ് ടു സെയിം സബ്ഷെൽ ആൻഡ് സെയിം ഷെൽ. അതായത് സെയിം എന്താണ്, ഇപ്പോൾ ഷെല്ല് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ LMK എന്നൊക്കെ പറയുന്നത് നമ്പേഴ്സ് വെച്ചിട്ടില്ല. ഇപ്പോൾ 3, 4, 5 അങ്ങനെയെല്ലാം പറയുന്ന സംഭവമില്ല, LMN ആ നമ്പേഴ്സ്. അതേപോലെ സബ്ഷെൽ എന്ന് പറയുമ്പോൾ SPD ഇതിലേതെല്ലാം സെയിം വരുന്ന അത്. അപ്പോൾ നമുക്ക് നോക്കാം ആർ കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽ. അപ്പോൾ ഏതെല്ലാം ഡീജനറേറ്റ് ഇതിൽ കൂട്ടത്തിൽ ഇതാ 3DXY, 3DZ², 3DYZ. ഇതിനെല്ലാം ഷെല്ലിനെ നമ്പർ സെയിം ആണ്, 3 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും ഡീജനറേറ്റ്. അപ്പോൾ ഇതിനെല്ലാത്തിനും സെയിം എനർജി ആയിരിക്കും. അതേപോലെ 4DXY, 4DYZ പിന്നെ 4DZ², ഇവരെല്ലാം ഒരു ടീമായിരിക്കും. ഇവർ ഒരു ടീം, ഇവർ ഒരു എന്താണ് എനർജിയിലൊരു ടീം, ഇവർ വേറൊരു എനർജിയിലെ ടീം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് XY, YZ, Z². അപ്പോൾ എന്താണ് ഇവർക്കായിരിക്കും ഈ കൂട്ടത്തിൽ എന്താണ് ഇതു പിന്നെ ഇതു, ഇവർക്ക് സെയിം എനർജി. അതേപോലെ ഇത് ഒരു പെയർ, ഇത് പിന്നെ ഇത് പിന്നെ ഇത് തന്നെ എന്താണ് ഈ 3 എണ്ണത്തിന് എന്താണ് വേറൊരു എനർജി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ 3ൻ്റെ ഇതായത് വിച്ച് ഓഫ് ദ ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്. ആ പെയർ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ആൻസർ എഴുതുക. ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അതിന് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞ്, പക്ഷേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ഔട്ട് ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ വിച്ച് വൺ വിൽ ഹാവ് എ ഹയർ വെലോസിറ്റി ടു പ്രൊഡ്യൂസ് മാറ്റർ വേവ്സ് ഓഫ് ദ സെയിം വേവ് ലെങ്ത്ത്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കി നോക്കാം. എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ ഇലക്ട്രോണും പ്രോട്ടോണിൽ ഏതിനായിരിക്കും കൂടുതൽ മാറ്റർ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഫ്രം ദ ഡി ബ്രോഗ്ലി, നമ്മൾ ഡി ബ്രോഗ്ലിൻ ഇക്വേഷൻ ഇപ്പം കുറേ ആയി ഒരു സീരീസിനായി കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താണ് λ=h/p അല്ലെങ്കിൽ λ=h/mv നമുക്കറിയുന്ന ഇക്വേഷനാണ്. ഫോർ സെയിം വേവ് ലെങ്ത്ത് ഫോർ 2 ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്, ഒന്ന് ഇലക്ട്രോൺ ആണ് ഒന്ന് പ്രോട്ടോൺ ആണ്. അപ്പോൾ എന്താ അതിന് സെയിം വേവ് ലെങ്ത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ m1v1 = m2v2. സെയിം വേവ് ലെങ്ത്ത് എന്ന് പറയുന്ന സ്ഥിതിക്ക് അതായത് ഇപ്പോൾ λ1 = λ2 അല്ലെ λ ഇലക്ട്രോൺ = λ പ്രോട്ടോൺ. അപ്പോൾ ഈ h/mv = h/mv അല്ല m1v1 അല്ല MEVE എന്നാണ് ഇത്
എം പി പി ഇ, അതായത് എച്ച് വെച്ച് സെയിം. അപ്പോൾ ഇതെന്ത് ക്യാൻസൽ ആയിപ്പോയി. ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എം ഇ വി ഇ സിക്കൽ ടു ആണ് എം പി വി പി. അതിന് ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ 1നെ ഇലക്ട്രോണായിട്ടും 2നെ പ്രോട്ടോണായിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ അത് സെയിം ആയിരിക്കും. M1 V1 ഇസിക്കൽ M2 V2. എച്ച് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താ എച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ലെസ്സർ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ വിൽ ബി ദ വെലോസിറ്റി. ഹെൻസ് ഇലക്ട്രോൺ വിൽ ഹാവ് ഹയർ വെലോസിറ്റി. അപ്പോൾ നമ്മൾ എന്താണ് ഇതിപ്പോൾ അതായത് ഇതിപ്പോൾ M1 V1 ഇസിക്കൽ M2 V2 എന്ന് പറയുന്നത് അതേത് റിലേഷനാണ്? എം വി ഇസിക്കൽ കോൺസ്റ്റൻറ്റ്. എം വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, ഒരു ക്വാണ്ടിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതിപ്പോൾ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷനാലിറ്റി ഇടൂ ഡിവൈഡ് ബൈ 1 ഇങ്ങനെ ആകുമ്പോൾ ഇത് ആക്ച്വലി ഇതെന്താ സംഭവം? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ഇതിനെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ മാറ്റിയിട്ട് പിന്നെ ഈക്വലാക്കുമ്പോൾ എം ഇസിക്കലിൻ്റെ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എന്നാണ് 1/v. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീന് ഇപ്പുറത്ത് എടുക്കുമ്പോഴാണ് എം ബി സിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ഫോർമുല ഈ പ്രൊപ്പോർഷണലിൻ്റെ ഫോമിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എം ബി സിക്കൽ കോൺസ്റ്റൻ്റ് അതൊന്ന് മനസ്സിലായി. മാസ് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കുറയും തോറും മാസ് കൂടും. നമുക്ക് എന്താണ് ഏതിനെ കൂടുതൽ വെലോസിറ്റി എന്നല്ല അറിയേണ്ട. അപ്പോൾ വിച്ച് വൺ വിൽ ഹാവ് എ ഹയർ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി വേണ്ടത്. അപ്പോൾ മാസ് ഏതിനായിരിക്കും മാസ് കുറവ് അതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. അല്ലെ നമുക്ക് പറയാം വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പോൾ മാസ് കുറയും തോറും വെലോസിറ്റി കൂടും. നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 ആണ്. മറ്റേതിന് എത്ര സംതിങ് എന്ന് പറയേണ്ടത് ഇൻറ്റു നമ്മളെ പ്രോട്ടോണിൻ്റെ സംതിങ് ഇൻറ്റു 10⁻20. അതായത് ഈ 10⁻21 ആണ് ചെറുത് അതോ 10⁻31 ആണ് ചെറുത്? ഓബ്വിയസ്ലി ഇത് -31 ആണ് ചെറുത്. അപ്പോൾ എന്താ ഇതിൻ്റെ മാസ് നമ്മളെ ഇലക്ട്രോണിൻ്റെ മാസ് ഇപ്പോൾ ഏഡ് ചെയ്തു മാസ് ഓഫ് ഇലക്ട്രോൺ വെരി മച്ച് ലെസ് ദെൻ മാസ് ഓഫ് പ്രോട്ടോൺ. സോ എന്താണ് ആ റിലേഷൻ എന്താണ് നമ്മളെ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ പ്രകാരം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വെരി മച്ച് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് പ്രോട്ടോൺ. സിമ്പിൾ റിലേഷൻ. അപ്പോൾ എന്താ ഹെൻസ് ഇലക്ട്രോൺ വിൽ ഹാവ് ഹയർ വെലോസിറ്റി. ഇത്രയും വേറൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മളെ വേവ് ലെങ്ത്ത് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് സെയിം ആണ് ഇക്വേറ്റ് ചെയ്യുക. M1 V1 = M2 V2. M V = കോൺസ്റ്റൻറ്റ്. അപ്പോൾ എം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വെലോസിറ്റി. അപ്പോൾ മാസ് കുറഞ്ഞ ഇലക്ട്രോൺ ആയിരിക്കും വെലോസിറ്റി കൂടുതലെന്നില്ല. ജസ്റ്റ് ഒരു കാര്യം മാത്രം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിന് 2 മാർക്കായിരിക്കും. അപ്പോൾ ഈ 2 മാർക്ക് കിട്ടും. അപ്പോൾ ദാറ്റ് ഇസ് എന്താണ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഞാൻ പറയാറായിട്ടില്ല. എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻസും പറയാറായിട്ടില്ല എന്താണ്. പക്ഷേ നമ്മൾ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ് മതി. അപ്പോൾ എനിക്കതാ തോന്നിയത്. ഇപ്പോൾ ഒരു 4 ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യുക? അതിന് ഒരു ക്ലാസ് കൊണ്ട് എന്നെ പരമാവധി ഡിസ്കസ് ചെയ്ത് തീർക്കാൻ നോക്കാം. സോ എന്താണ് ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ. ഈ പറയുന്ന പാർട്ട് 5.